ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കേസിൽ സംസ്ഥാന സർക്കാർ മുമ്പ് സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചുവെന്ന് ആത്യന്തികമായി ഈ കാര്യത്തിൽ CPIM-ന്റെയും സർക്കാരിൻ്റെയും വ്യത്യസ്തമായ സമീപനമാണോ? ആ കാര്യത്തിൽ എന്താണ് ശരിക്കും ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട്? ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് നേരത്തെ ഞങ്ങൾ സ്വീകരിച്ച നിലപാട് തന്നെയാണ്. അതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ 2006 LDF സർക്കാർ തന്നെ പറഞ്ഞിരുന്ന കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച ഈ രംഗത്തെ വിദഗ്ധരും പണ്ഡിതരുമായി നടത്തണം. അതോടൊപ്പം സാമൂഹ്യ പരിഷ്കർത്താക്കളുമായും ചർച്ച ചെയ്യണം. ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതേ കാര്യമാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. മറ്റു പ്രശ്നങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത വിഷയത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അതാണ് അത് സംബന്ധിച്ച് കാണേണ്ടത്. ഇത് തെറ്റായി ചിത്രീകരിക്കപ്പെടുന്നതാണ്. എന്താണോ സുപ്രീം കോടതി ചോദിച്ച വിഷയം, ആ ചോദിച്ച വിഷയത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പുതിയ സാഹചര്യത്തിൽ CPIM നേതാക്കൾ അടക്കം ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോഴാണ് ഈ സംശയങ്ങളും ഈ കൺഫ്യൂഷൻ, ഈ ചർച്ചയെല്ലാം ഉണ്ടാകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിശ്വാസികൾ എന്ന് പറയുന്നവർ യഥാർത്ഥ വിശ്വാസികളായിട്ട് നാട്ടിൽ പ്രവർത്തിക്കുന്നവരെ നമ്മളെപ്പോഴും പ്രത്യേക തരത്തിൽ തന്നെ കാണണം, നല്ല രീതിയിൽ കാണണം. എന്നാൽ വിശ്വാസത്തിൻ്റെ മറവിൽ തെറ്റായ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നവരുണ്ട്. ഇപ്പോൾ വർഗീയ ശക്തികൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് വിശ്വാസികളെയാണ്. എന്നാൽ കാണേണ്ട ഒരു വസ്തുത, ഒരു വർഗീയത എപ്പോഴും അപരമത വിദ്വേഷമാണ് ഉയർത്തുന്നത്. അവിടെ ആരെയാണ് ശത്രുക്കളായിട്ട് കാണുന്നത്? മറ്റൊരു കൂട്ടം വിശ്വാസികളെയാണ്. ഇവർ വിശ്വാസികളാണെങ്കിൽ മറ്റൊരു കൂട്ടം വിശ്വാസികളെ ശത്രുക്കളായിട്ട് കാണുമോ? വിശ്വാസികളുടെ സങ്കല്പം അനുസരിച്ച് എല്ലാവരും ഒരേ സഹോദരങ്ങളായിട്ട് കാണണ്ടേ? അതല്ലേ യഥാർത്ഥ വിശ്വാസം. പക്ഷേ അങ്ങനെ കാണുന്നില്ല. അവിടെ വർഗീയതയുടെ ഭാഗമായി നിലപാടുകൾ എടുക്കുകയാണ്. വർഗീയതയുടെ ഭാഗമായി നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ? ഞങ്ങൾ വിശ്വാസികളല്ല എന്നുള്ളത് കൊണ്ട് എന്നാൽ വിശ്വാസമെല്ലാം തകർന്നു പോട്ടെ എന്ന നിലപാടാണോ? ഇവിടെ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം, അതിനുവേണ്ടി ഞങ്ങൾ പടവരുതിയില്ലേ? ആ വർഗീയതയെ എതിർക്കാൻ തയ്യാറായില്ലേ? അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഒരുപാട് സഖാക്കൾ കൊല ചെയ്യപ്പെട്ടില്ലേ? മാരകമായി പരിക്കേൽക്കേണ്ടി വന്നില്ലേ? എന്തെല്ലാം സംഭവങ്ങളുണ്ടായി? ഈ കേരളത്തിൻ്റെ അനുഭവമെടുത്താൽ വർഗീയതയ്ക്കെതിരെ ഇത്രമാത്രം ഉറച്ച നിലപാടെടുത്ത കൂട്ടരെ കാണാൻ കഴിയുമോ? രാജ്യത്ത് ഇടതുപക്ഷമല്ലേ വർഗീയതയ്ക്കെതിരെ എല്ലാ ഘട്ടത്തിലും ഉറച്ച നിലപാടെടുക്കുന്നത്? ഇവിടെയും ഇടതുപക്ഷമല്ലേ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കുന്നത്? ഇതിൻ്റെ ഭാഗമായി വിശ്വാസികളെ സംരക്ഷിക്കുന്ന നിലപാട് കൂടിയാണല്ലോ വരുന്നത്. വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുമ്പോൾ വിശ്വാസികൾക്കെതിരായ നിലപാടല്ല. വിശ്വാസികൾ വർഗീയ ശക്തികളാണെന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ വിശ്വാസികളാണോ വിശ്വാസികളല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഓരോ വിശ്വാസവും അനുസരിച്ച് ജീവിക്കുന്നതിനും അവർക്ക് സംരക്ഷണം നൽകുന്നതിനും ഞങ്ങളുടെ ജീവൻ കൊടുത്തും പോരാടാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ എന്നതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അനുഭവം.